ഹായ്, ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്ന് കാണിക്കുന്ന വീഡിയോ ആണ്. ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് നമ്മൾ പുതുതായിട്ട് വാങ്ങുമ്പോൾ 2 ലിഡ് ഉണ്ടാവും. അതിൽ ഈ 2 ലിഡ് അത് റിമൂവ് ചെയ്യുക. ശേഷം നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റെഗുലേറ്റർ, ഈ റെഗുലേറ്ററിൻ്റെ ഈ നോബ് ഓഫ് ചെയ്തിട്ട് ഈ റിങ് മേലോട്ട് പൊക്കി പിടിക്കുക. ഈ റിങ് മേലോട്ട് പൊക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് അതിലേക്ക് ഇൻസർട്ട് ചെയ്യുക. ഇൻസർട്ട് ചെയ്തതിന് ശേഷം ഈ റിങ് താഴ്ത്തി ഈ നോബ് ഓൺ ചെയ്തുകൊണ്ട് ഇതിവിടെ ലോക്ക് ചെയ്യുക. ഈ നോബ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സിലിണ്ടറിൽ ഫിറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇനി റെഗുലേറ്ററിൽ ഫിറ്റ് ചെയ്ത ഡിവൈസ് നമുക്ക് എങ്ങനെ സിലിണ്ടറിൽ ഫിറ്റ് ചെയ്യാൻ നോക്കാം. സിലിണ്ടറിൽ നമ്മൾ പിടിക്കുന്ന ഗ്യാസ് സിലിണ്ടർ പിടിക്കുന്ന ഈ റിങ്ങിന് താഴെ കൂടെ ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് സാധാരണ റെഗുലേറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ റിങ് മേലോട്ട് പൊക്കി പിടിക്കുക. ഈ റിങ് മേലോട്ട് പൊങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കാണുന്ന ഈ നോബ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഈ റിങ് മേലോട്ട് പൊക്കി പിടിച്ചിട്ട് സിലിണ്ടറിൽ കറക്റ്റായിട്ട് ഇൻസർട്ട് ചെയ്യുക. അതിനുശേഷം ഈ ബ്ലാക്ക് റിങ് താഴ്ത്തി കൊടുക്കുക. ഈ ബ്ലാക്ക് റിങ് മാത്രം താഴ്ത്തി കൊടുക്കുക. പലപ്പോഴും ശ്രദ്ധിക്കുക, ഈ റിങ് നല്ല ടൈറ്റ് ഉണ്ടാവും താഴോട്ട് താഴ്ത്താൻ. കാരണം പുതിയ ഡിവൈസ് ആയതുകൊണ്ട് ഒരു 4-5 സിലിണ്ടർ മാറ്റുന്നത് വരെ ഈ ബ്ലാക്ക് റിങ് താഴ്ത്താൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വലിയ 2 വിരൽ ഉപയോഗിച്ചിട്ട് ഈ റിങ്ങിൽ മാത്രം താഴ്ത്തി കൊടുക്കുക. ഈ ബ്ലാക്ക് റിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് ശക്തിയായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് നല്ല പ്രസ് ചെയ്യുക. ഇത് നല്ല ശരിക്കും താഴ്ന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, റിങ് താഴ്ന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നോബ് നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കില്ല. പലരും പരാതി പറയാറുണ്ട്, ഈ നോബ് നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓൺ ചെയ്യാതിരിക്കാൻ പറ്റാതിരിക്കുന്ന കാരണം ഈ താഴെയുള്ള റിങ്ങിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ നോബ് ഓൺ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ നോബ് സ്മൂത്തായിട്ട് ഓൺ ആകുന്നതിന് വേണ്ടി ഈ റിങ് താഴോട്ട് നല്ലോണം പ്രസ് ചെയ്യുക. ഇതൊരിക്കലും പൊട്ടിപ്പോകില്ല, നല്ല പവർഫുള്ളാണ് ഇത്. ഇത് താഴ്ത്തി കഴിഞ്ഞാൽ പൊട്ടുമെന്ന് പേടിച്ചിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല പവർഫുള്ളാണ്. നല്ല ശക്തിയായിട്ട് വലിയ വിരൽ ഉപയോഗിച്ചിട്ട് 2 ഭാഗത്തും വെച്ചിട്ട് ഈ ബ്ലാക്ക് റിങ് മാത്രം താഴ്ത്തി കൊടുക്കുക. മുകളിൽ നിന്ന് താഴോട്ട് താഴ്ത്തി കൊടുക്കുക. ശേഷം ഈ നോബ് മുകളിലോട്ട് ഓൺ ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഡിവൈസിൻ്റെ നോബ് ഓൺ ചെയ്യേണ്ടത് മുകളിലേക്കാണ്. ഇങ്ങനെ പിടിക്കുന്ന ഭാഗം, വിരൽ കൊണ്ട് പിടിക്കുന്ന ഭാഗം മുകളിൽ വരണം. അതാണ് ഇതിൻ്റെ ഓൺ പൊസിഷൻ. ഇനി റെഗുലേറ്ററിൻ്റെ നോബ് നോക്കുക. അടുത്തത് റെഗുലേറ്ററിൻ്റെ നോബാണ്. റെഗുലേറ്ററിൻ്റെ നോബ് ഇങ്ങനെ ഓഫ് പൊസിഷനിൽ ഇടരുത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൗവിലേക്ക് ഗ്യാസ് എത്തൂല. എപ്പോഴും ഈ ഡിവൈസിൻ്റെ നോബ് ഓൺ ആണെങ്കിൽ രണ്ടാമത് നോക്കേണ്ടത് റെഗുലേറ്ററിൻ്റെ നോബാണ്. ഈ നോബ് ഈ പൊസിഷനിലാണ് നിൽക്കേണ്ടത്. പൂർണ്ണമായും ഇടത്തോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ലോക്കായിട്ടുണ്ടാവും. ഈ റെഗുലേറ്റർ ഓൺ ആയിട്ടുണ്ട്. റെഗുലേറ്റർ ഓൺ ആയെങ്കിൽ മാത്രമേ ഇതിലൂടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നോബ് ഓൺ ചെയ്യുക. ഡിവൈസിൻ്റെ നോബ് ഓൺ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നോബ് ഓൺ ചെയ്തതിന് ശേഷം 2 നോബും ഓൺ ചെയ്തതിന് ശേഷം മീറ്ററിൻ്റെ മുകളിൽ ഇങ്ങനെ വിരൽ വെക്കുക, അല്ലെങ്കിൽ കൈ വെക്കുക. എന്നിട്ട് 2 പ്രാവശ്യം ഉള്ളിലേക്ക് ശക്തിയായിട്ട് പ്രസ് ചെയ്യുക. ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോയിട്ട് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരും. 2 പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്താൽ മാത്രം മതി. 2-3 പ്രാവശ്യം പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ളിൽ ഒരു നീഡിലുണ്ട്, ഒരു ബ്ലാക്ക് നീഡിൽ. ഈ മീറ്ററിനുള്ളിൽ ബ്ലാക്ക് നീഡിലുണ്ട്. അത് ഗ്യാസിൻ്റെ അളവ് അനുസരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ കാണുന്ന ബ്ലാക്ക് നീഡിൽ വൈറ്റ് കളറിലും, ഹാഫ് സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്രീൻ കളറിലും, റിസർവ് ആയിട്ടുണ്ടെങ്കിൽ റെഡിലും ഇത് കാണിക്കും. അപ്പോൾ ഇത് ഈ സിലിണ്ടറിൽ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സ്ലോ ആയിട്ട് കാണിക്കുന്നത്. ഫുള്ള് ഗ്യാസ് ഉണ്ടായിരുന്നെങ്കിൽ വൈറ്റിൽ കാണിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നോബ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൗ കത്തണം എന്നുണ്ടെങ്കിൽ ഈ മീറ്റർ 2 പ്രാവശ്യം ശക്തിയായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇതിലൂടെ സ്റ്റൗവിലേക്ക് എത്തൂല. ഓക്കെ, ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് നമുക്കിനി എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. സിലിണ്ടർ മാറ്റാൻ, പുതിയ സിലിണ്ടറിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ഈ ഡിവൈസ് ഓഫ് ചെയ്യുക. ഈ ഫസ്റ്റ് ഓഫ് ചെയ്യേണ്ടത് ഈ നോബ് മേലോട്ടായിരിക്കും ഉണ്ടാവുക, അത് താഴോട്ട് ഓഫ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ സാധാ റെഗുലേറ്റർ എടുക്കുന്ന പോലെ തന്നെ ഈ ബ്ലാക്ക് റിങ് മേലോട്ട് പൊക്കുക. ഈ താഴെ കാണുന്ന ബ്ലാക്ക് റിങ് മേലോട്ട് പൊക്കിയാൽ വളരെ സിമ്പിളായിട്ട് ബ്ലാക്ക് റിങ് പൊക്കിങ് മേലോട്ട് വലിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും. അതിന് ശേഷം പിന്നെ ഡിവൈസ് നമുക്ക് റെഗുലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഗുലേറ്ററിൻ്റെ നോബ് ഓഫ് ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ടത് റെഗുലേറ്റർ ഇങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഈ നോബ് ഓഫ് ചെയ്തതിന് ശേഷം ഈ റിങ് വലിക്കുക. ഇങ്ങെടുത്താൽ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ കിട്ടും. എന്തെങ്കിലും കാരണം കൊണ്ട് ഡിവൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ചെയ്താൽ മതി. പല ആളുകളും ഇങ്ങനെ ഓഫിൽ എടുത്തിട്ട് ഓണാക്കി എടുത്തിട്ട് വലിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ കിട്ടൂല. ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഈ റിങ് മേലോട്ട് വലിച്ച് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ.